ഇനി ഫസ്റ്റ് ഓൺ 24 ന്യൂസ്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിലായെന്ന് അധികൃതർ. സൂപ്പർ ക്രോസ് ലീഗ് അധികൃതർ സ്റ്റേഡിയം പണി പൂർത്തിയാക്കി മടക്കി നൽകിയിട്ടുണ്ട്. കേരള ഫുട്ബോൾ അസോസിയേഷൻ അധികൃതർ ഇക്കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്തും. നിഖിൽ പ്രമേഷ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. പറയൂ നിഖിൽ. നമ്മുടെയൊക്കെ വലിയ ആശങ്കയായിരുന്നു അല്ലേ ഇപ്പോൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിലെ ഈ സൂപ്പർ ക്രോസ് ലീഗ് മത്സരങ്ങൾ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റേഡിയത്തിലെ പുല്ല് കാര്യമായി ഉണങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ 800 ടൺ ഭാരം വരുന്ന മണ്ണാണ് നിറച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ പുല്ലൊക്കെ ഉണങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ മലബാറിലെ തന്നെ കായിക പ്രേമികൾ ആശങ്കയിലായിരുന്നു. എന്തായാലും അതിനിപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസമായിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ മാധ്യമ വാർത്തകളാവുകയും ആളുകൾ ഇടപെടുകയൊക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സൂപ്പർ ക്രോസ് ലീഗ് അധികൃതർ തങ്ങളിത് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കാം എന്നുള്ള ഉറപ്പ് അവർ നൽകിയിരുന്നു. ഏറെക്കുറെ അത് നമുക്കിപ്പോൾ ഈ ഗ്രൗണ്ട് കാണുമ്പോൾ പഴയ ആ കരിഞ്ഞുണങ്ങിയ അവസ്ഥയിൽ നിന്ന് കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യവുമാണ്. കാരണം ISL അടക്കമുള്ള ഒരുപാട് മത്സരങ്ങൾക്ക് വേദിയാകാനിരിക്കുകയാണ് ഇത്തരത്തിലുള്ളൊരു ആശങ്ക വന്നു പെട്ടത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ മേയറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് സൂപ്പർ ക്രോസ് ലീഗ് അധികൃതർ പറയുന്നത് സ്റ്റേഡിയം പൂർവ്വസ്ഥിതിയിൽ ആയിട്ടുണ്ട്, അത് തങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ഔദ്യോഗികമായിട്ടുള്ള കൺഫർമേഷൻ കൂടി വരണം. അത് കേരള ഫുട്ബോൾ അസോസിയേഷൻ അടക്കമുള്ള വിദഗ്ധരാണ് അത് ഉറപ്പുവരുത്തേണ്ടത്. പക്ഷെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് നേരത്തെ എങ്ങനെയായിരുന്നു നമ്മൾ ഗ്രൗണ്ട് ഉണ്ടായിരുന്നത്, ഏറെക്കുറെ അതിന് സമാനമായ തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിനി മറ്റു മത്സരങ്ങൾക്ക് വിട്ടു നൽകരുത് എന്നുള്ള ഒരാവശ്യമാണ് ഇപ്പോൾ മലബാറിലെ കായിക പ്രേമികളടക്കം ഉന്നയിക്കുന്നത്. ഇപ്പോൾ സൂപ്പർ ക്രോസ് ലീഗ് മത്സരങ്ങൾക്ക് വിട്ടു നൽകിയിരുന്നത് എങ്ങനെയാണെന്നാൽ ഈ ഗ്രൗണ്ടിന് മുകളിൽ ഇപ്പോൾ അവിടെ കാണുന്ന ഈ കാർബോർഡിൻ്റെ പലകകൾ ഈ ഗ്രൗണ്ടിന് മുകളിൽ വെച്ച് അതിന് മുകളിൽ 800 ടണ്ണോളം മണ്ണ് നിറച്ചാണ് ഈ സൂപ്പർ ക്രോസ് ലീഗ് മത്സരങ്ങൾക്ക് വേണ്ടി ഈ ഗ്രൗണ്ട് വിട്ടു നൽകിയിരുന്നത്. അപ്പോൾ സംഭവിച്ചൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ മണ്ണിൻ്റെ ഒരു മൃദുത്വം നഷ്ടമാവുകയും തുടർന്ന് ഇതിന് അടിയിലുള്ള പൈപ്പുകൾക്കടക്കം സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചുവെന്നും വിദഗ്ധർ വിലയിരുത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ആ അവസ്ഥയ്ക്ക് ചെറിയ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.